വയനാട് കണിയാമ്പറ്റയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12-കാരിക്ക് പരിക്കേറ്റു. പാർക്കൽ നൌഷാദിന്റെ മകൾ സിയ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോഴായിരുന്നു തെരുവ് നായയുടെ ആക്രമണം. പോകുമ്പോൾ ഒരു 10-16 പട്ടികൾ കൂടിയിട്ട് തെരുവ് പട്ടികൾ കൂടിയിട്ട് മോളെ ആക്രമിക്കുകയാണ് ചെയ്തത്. അറ്റാക്ക് ചെയ്ത് നല്ല കടിച്ച് തലയിലൊക്കെ നല്ല ഒരുപാട് പരിക്കുകളുണ്ട്. തലയും കാലും മേലെല്ലാം ഫുള്ള് പരിക്കുകളാണ്. കുട്ടീനെ കരച്ചിൽ കേട്ടിട്ട് പിന്നെ പ്രദേശവാസികളായ അടുത്തുള്ള വീട്ടുകാരെല്ലാം കൂടി വന്ന് കുട്ടീനെ രക്ഷിക്കുകയാണ് ചെയ്തത്. അവിടെ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ കുറേ പട്ടികൾ ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാവരോടും കുറേ ആൾക്കാരോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടി അതിനെക്കുറിച്ചൊന്നും ഉണ്ടായിട്ടില്ല. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ, സാരമായ പരിക്കാണോ ഈ കുട്ടിക്കുള്ളത്? തീർച്ചയായും ഗുരുതര പരിക്കേറ്റ നിലയിലാണ് ഈ കുട്ടിയെ നാട്ടുകാർ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ ഇവിടെ കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 12 വയസ്സുള്ള സിയ ഫാത്തിമ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ രാവിലെ 6 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത്. രാവിലെ 6:15 കൂടി മദ്രസയിലേക്ക് പോകുന്നതിനിടെ ഒരു സംഘം നായ്ക്കൾ, അതായത് ഒരു 10-ലധികം നായകളുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും വളഞ്ഞെത്തി കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ തലയിൽ പരിക്കുണ്ട്, അതുപോലെ തന്നെ പുറം ഭാഗത്തുണ്ട്, അതുപോലെ കയ്യിലുണ്ട്. മൊത്തം നായ്ക്കൾ കടിച്ചു പറിച്ച നിലയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരീരമാസകലം ഈ നായ്ക്കൾ ഉപദ്രവിച്ചത് മൂലമുള്ള മുറിവുണ്ട്. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. കണിയമ്പറ്റ പള്ളിത്താഴയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്, ഈ സംഭവം നടക്കുന്നത്. ഈ കുട്ടിയുടെ പിതാവാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ഇവർ നേരത്തെയും ഇങ്ങനെ തെരുവുനായ്ക്കൾ കൂടി നിൽക്കുന്നത് പലതവണ നാട്ടുകാർ അധികൃതരെ അറിയിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ഒരു പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല. നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്ന തരത്തിൽ വലിയ തരത്തിൽ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിക്ക് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. ആശുപത്രിയിൽ നിന്ന് അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അനീസ് അലിയാണ് വിവരങ്ങൾ നൽകി.